പീഡിപ്പിച്ച വ്യക്തിക്ക് ഗോട്ട് മിൽക്കും ഷാമ്പുവും ചെരുപ്പും ഒക്കെ ഏതെങ്കിലും സ്ത്രീ മേടിച്ചു കൊടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതിൽ ഈ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യാനായ ഒരു പ്രമുഖ മാധ്യമപ്രവർത്തക അവരുടെ ഫേസ്ബുക്കിൽ കോടതിയിലുള്ള തെളിവുകൾ അടക്കം കൊടുത്തിട്ടുണ്ട്. ആ മാധ്യമപ്രവർത്തക എനിക്ക് വർഷങ്ങളായിട്ട് അറിയാൻ ബഹുമാനമാണ്. അവരതിലെ ഒരു ഡേറ്റ് മാത്രം മറച്ചു വെച്ചു. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ഡേറ്റിലെ മാസം മറച്ചു വെച്ചു. ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് ആരോപിക്കുന്നതിന് ശേഷം 6 ദിവസം കഴിഞ്ഞുള്ള ഡേറ്റാണ്. 10,000 രൂപ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് അയച്ചു കൊടുത്ത ദിവസമാണ്. അതായത് ഒരു പ്രത്യേക ഡേറ്റിന് ശേഷം 6 ദിവസം, ആ ഡേറ്റ് പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ദിവസത്തിന് ശേഷം 6 ദിവസം കഴിഞ്ഞാണ് ഈ ഡേറ്റ്. ആ ഡേറ്റ് മാത്രം മറച്ചു വെച്ചാണ് സ്ക്രീൻഷോട്ട്സ് ഇട്ടത്. പീഡിപ്പിച്ചൊരു വ്യക്തിക്ക് 6 ദിവസത്തിന് ശേഷം അങ്ങോട്ട് ആരെങ്കിലും 10,000 രൂപ അയച്ചു കൊടുക്കൂ? ബലാത്സംഗം ചെയ്തു, തുപ്പി, മുഖത്തടിച്ചു, പറയുന്ന കഥകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബലാത്സംഗം ചെയ്തു, തുപ്പി, മുഖത്തടിച്ചു, ഉപദ്രവിച്ചു. പിന്നെ ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്നറിയില്ല, വളരെ വിനയത്തോടെ ചോദിച്ചോട്ടെ, ഒരു ശാസ്ത്രീയ ഭ്രൂണം കയ്യിലുണ്ടെന്നായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത്. ഓർമ്മയില്ലേ ആദ്യ ദിവസം വന്ന വാർത്തകൾ? ആ ഭ്രൂണം എവിടെ? ആദ്യ ദിവസം വന്ന വാർത്തകളിൽ പഴയ കേസ് പോലെയൊന്നുമല്ല, ശാസ്ത്രീയമായി ഭ്രൂണം കയ്യിലിരിപ്പുണ്ട്. ഞാനെല്ലാം അത്ഭുതപ്പെട്ടു, അതെങ്ങനെയാണ് ഉണ്ടാകുക? ഇപ്പൊ മാസങ്ങൾക്കോ വർഷങ്ങൾക്ക് ശേഷം നടന്ന കാര്യം, അതൊക്കെ എവിടെ? ശരിക്കും നിങ്ങൾ മീഡിയക്കാരെ പോലീസുകാരും പരാതിക്കാരും ചേർന്ന് പറ്റിക്കുകയാണ്. അതായത് നമ്മുടെ മനസ്സിൽ സ്ത്രീകളോടുള്ള നാച്ചുറലി തോന്നുന്ന അനുഭാവം, സ്നേഹം, ആദരവ്, ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ഈ രീതിയിൽ വാർത്ത വന്നാൽ മീഡിയക്കാർ പോലും ക്രോസ് ചെക്ക് ചെയ്യാതെ കൊടുക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഇത്തരത്തിൽ നിറം പിടിപ്പിച്ച കഥകൾ പറയുന്നത്. പഴയതുപോലെയല്ല, ശാസ്ത്രീയമായ ഭ്രൂണം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ കള്ളമായിരുന്നു. ആലോചിച്ച് നോക്കുക, എന്തൊക്കെ കള്ളമായിരുന്നു. എന്നിട്ട് ആദ്യ പരാതിക്കാരി അതിജീവിതയല്ല, കാര്യം അവർ വിവാഹിതയാണ്, കോടതി വിധിയുണ്ട്, അവരുടെ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് പറഞ്ഞ് എനിക്ക് പോലീസുകാർ ഈ തിങ്കളാഴ്ച വീണ്ടും എന്റെ കേസ് വരികയാണ്. എന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞ് പോലീസ് പോയിരിക്കുകയാണ്. എന്തിനാണ്? സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ അതേ കാര്യം മലയാളത്തിൽ പറഞ്ഞത്. സുപ്രീം കോടതിയുടെ അല്ല, നമ്മുടെ സെഷൻസ് കോടതിയുടെ വിധി ഇംഗ്ലീഷിലാണ്, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒരുപക്ഷെ ഇംഗ്ലീഷിലായിരിക്കാം, മാധ്യമങ്ങളിൽ നിന്നുള്ള വാർത്ത ഞാൻ കേട്ടുള്ളൂ. ഇതേ കാര്യം മലയാളത്തിൽ പറഞ്ഞതിന് എനിക്ക് എന്റെ ജാമ്യം റദ്ദാക്കണം എന്ന് പറഞ്ഞ് ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരിക. കോടതിയുടെ വിധിയാണ് ഞാൻ പറഞ്ഞത്. അതായത് കോടതി വിധിന്യായത്തിൽ, ഇവിടുത്തെ സെഷൻസ് കോടതി നസീറ മാഡത്തിന്റെ വിധിന്യായത്തിൽ എടുത്തെഴുതിയിട്ടുണ്ട്, ഈ അവസരത്തിൽ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതിയുടെ വിധിയാണ്. ഈ കോടതിയുടെ വിധി മലയാളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞാണ് എനിക്കെതിരെ പോയിരിക്കുന്നത്. കാര്യം എന്റെ ജാമ്യം റദ്ദാക്കണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് മനഃപൂർവ്വം കപട സ്ത്രീപക്ഷമായി ഭാവിച്ചുകൊണ്ട് പുരുഷന്മാരെ വേട്ടയാടുന്നതാണ്. ഞാൻ ശരിക്കും വലിയൊരു കാര്യമായിട്ട് സാറിനോട് പറഞ്ഞു. സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ ക്രക്സ് മനസ്സിലായത്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി പലതവണയായി റീട്രേറ്റ് ചെയ്തു. ഞാനിപ്പോ ലൈവ് ലോയിൽ കയറി നോക്കിയാൽ സുപ്രീം കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പലതവണയായിട്ട് ഇത് പറയുകയാണ്, വി ആർ റീട്രേറ്റിംഗ് ദാറ്റ് ഇത് ഒരു കാരണവശാലും ബ്രോക്കൺ മാരേജസിൽ ഇത് അല്ലെങ്കിൽ ബ്രോക്കൺ റിലേഷൻഷിപ്പ് കൊടുക്കാൻ പാടില്ല. 2, ശ്രദ്ധിക്കുക, വിവാഹിതയായൊരു സ്ത്രീക്ക് മറ്റൊരു പുരുഷനെതിരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പരാതി കൊടുക്കാൻ കഴിയില്ല. ഒന്ന് ആലോചിക്കുക, പരാതി കൊടുക്കാൻ കഴിയില്ല. ആ പരാതിയുടെ ബേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 18 ദിവസം ജയിലിൽ കിടന്നത്. അങ്ങനെ പരാതി കൊടുത്തവരെ ചൂണ്ടിക്കാണിച്ചു എന്ന പേരിലാണ് ഞാൻ 16 ദിവസം ജയിലിൽ കിടന്നത്. ആ പരാതിയുടെ പേരിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളുടെ ഒരു വിഭാഗമെങ്കിലും ഇത്രയും നിശിതമായി ആക്രമിച്ചതും വിമർശിച്ചതും. ഓർക്കുക, ഞങ്ങൾ പറയുന്നതിനേക്കാൾ സ്ട്രോങ് ആയി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങളെല്ലാം ഒരുപക്ഷെ ഇത് വാർത്ത കണ്ടു കാണും, പ്രമുഖമായിട്ട് എല്ലാ ചാനലും കൊടുക്കുന്നുണ്ട്. പരാതി കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാതി കൊടുക്കാൻ കഴിയാത്ത ഇത് പോലീസിന് അറിയില്ലായിരുന്നു, ഇത് പ്രോസിക്യൂട്ടറിന് അറിയില്ലായിരുന്നു, ഇത് നിയമ സംവിധാനത്തിന് അറിയില്ലായിരുന്നു. അപ്പോ ആണിനെ വേട്ടയാടാൻ കിട്ടുന്ന എല്ലാ അവസരവും ഇവിടത്തെ പോലീസും ഒരു വിഭാഗം മാധ്യമങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യാം. എനിക്ക് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ ഓളിൽ ഏറ്റവും സന്തോഷം, ഞങ്ങളൊക്കെ കുറെ കൂടെ സാധാരണക്കാരുടെ ലാംഗ്വേജിൽ പറയാം. നമുക്കൊന്നും ആ രീതിയിൽ നിയമപരിജ്ഞാനമില്ല. സാർ അടക്കമുള്ള ആൾക്കാർ, ജയന്തൻ സാർ അടക്കമുള്ള ആൾക്കാർ, ഡോക്ടർ രമ മാഡം ഉള്ള ആൾക്കാർ, ഇവർക്കൊന്നും ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല ഇവർ ഈ പോരാട്ടത്തിൽ ഇറങ്ങുന്നത്. ഇവരുടെ ഒന്നും ജീവിതത്തിലൊന്നും നഷ്ടപ്പെട്ടിട്ടല്ല. പകരം നാട്ടിൽ അത്രമാത്രം അനീതി നടക്കുന്നു എന്ന തിരിച്ചറിവിൽ മാസങ്ങൾ എടുത്താണ് ഇതൊക്കെ ക്രോഡീകരിച്ചത്. സാറ് 2 years 2 വർഷങ്ങൾ എടുത്താണ് ഇവരിത് ക്രോഡീകരിക്കുന്നത്. ഓൾമോസ്റ്റ് 2 years ആയിട്ട് ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഇത് ഫുൾ ഡോക്യുമെന്റ്. കാര്യം പ്രധാനമന്ത്രി അടക്കമുള്ള ആൾക്കാർക്ക് അത് അവതരിപ്പിക്കുമ്പോൾ അത്രയും സാങ്ക്ടിറ്റി വേണമല്ലോ. താഴത്തെ തട്ടിലൊക്കെ കൊടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് അവതരിപ്പിച്ച മാഡത്തിന് എല്ലാ സ്റ്റേറ്റ്സിന്റെ ജഡ്ജ്മെന്റുകൾ ഇങ്ങനെയുള്ള കേസുകളിലെ ജഡ്ജ്മെന്റുകളൊക്കെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നിരീക്ഷിച്ച് ഇത് ഒന്ന് കൊടുത്തിട്ട് എന്നിട്ട് നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് വരാം. അപ്പൊ അത് പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ റിപ്പോർട്ടിന്റെ കോപ്പിയാണ് ഇത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമത്തിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുമെന്നുള്ളതാണ് വിശ്വാസം. പ്രധാനമന്ത്രി അടക്കം രാജ്യത്തിന്റെ ഏറ്റവും തലവനായ, അതായത് നമ്മുടെ
പൊസിഷൻ വൈസ് ഏറ്റവും ടോപ്പായ ഒരു വ്യക്തിയും സുപ്രീം കോടതിയിലും എല്ലാം ഇത് ശ്രദ്ധയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിയമപരമായ ഒരു കാര്യവും കൂടെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലടക്കം പോലീസ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി പിടിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. പ്രതിയെ ചോദ്യം ചെയ്തു, പ്രതി കുറ്റം സമ്മതിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും പ്രതി കുറ്റം സമ്മതിച്ചു എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിരിക്കുന്നത് പ്രതി അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഒന്നും ഒപ്പിട്ടില്ല എന്നാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കൺഫെഷൻ ബിഫോർ എ പോലീസ് ഒഫീഷ്യൽ ഇസ് നോട്ട് അഡ്മിസിബിൾ ആസ് എവിഡൻസ് ഇൻ എ കോർട്ട് ഓഫ് ലോ. അത് ചവറ്റുകുട്ടയിലിടും കോടതിയിൽ ചെന്ന 183 BNSS പഴയ CRPC 164 അത് സ്റ്റേറ്റ്മെന്റ് ബിഫോർ എ മജിസ്ട്രേറ്റ് ആണ്. പ്രതി കുറ്റം, എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്, പ്രതി കുറ്റം സമ്മതിച്ചെന്ന് ഏതെങ്കിലും പോലീസുകാർ ചോദിച്ചാൽ ആ പ്രതിയുടെ 183 മജിസ്ട്രേറ്റിന്റെ മുമ്പിലുള്ള 183 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു എന്ന് നിങ്ങൾ ചോദിക്കണം. അത് മാത്രമേ കോടതി സ്വീകരിക്കുകയുള്ളൂ. ആ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസുകാർ കാണൂല. മജിസ്ട്രേറ്റ് ആദ്യം ചോദിക്കുന്നത് നിങ്ങളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തിയോന്നാണ്, ഇത് വോളണ്ടറി സ്റ്റേറ്റ്മെന്റ് ആണോ എന്നാണ്. പക്ഷെ അഡ്വേഴ്സ് ഇൻഫറൻസ് പബ്ലിക് മൈൻഡ്സ് ക്രിയേറ്റ് ചെയ്യാൻ ദിലീപിന്റെ കേസിലടക്കം ദിലീപ് കുറ്റം സമ്മതിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് പോലീസ് ചെയ്യുന്നത്. ഒരാളെ ഇന്ററോഗേറ്റ് ചെയ്യുന്നത് CCTV ക്യാമറയുടെ മുമ്പിൽ വെച്ച് വേണമെന്നാണ്. അതെ, രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിലാണ്. എന്നിട്ട് CCTV ക്യാമറയില്ലാത്ത പോലീസ് ട്രെയിനിങ് കോളേജിൽ ഒരു ചെറുപ്പക്കാരിയായ രാഹുൽ ഈശ്വറിന്റെ വൈഫ് ദീപ ഈശ്വറിനെ വിളിച്ചു വരുത്തി, വിച്ച് ഇസ് ഹൈലി ഇല്ലീഗൽ. സൺസെറ്റ് കഴിഞ്ഞൊരു സ്ത്രീയെ വിളിച്ചു വരുത്താൻ പാടില്ല ബിഫോർ സൺറൈസ്. അപ്പൊ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തത് കൊണ്ട് പോലീസ് കാണിക്കുന്ന തോന്നിവാസമാണ്. ഇപ്പൊ സുപ്രീം കോടതി 7 വർഷത്തിന്റെ, അത് അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ജഡ്ജ്മെന്റ് 2014, അത് ഡൌറി ഹറാസ്മെന്റ് 498A, ഇപ്പം 85 BNS, ആ കേസിൽ വന്ന വിധിന്യായമാണ്. അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞത് 7 വർഷത്തിന് മുകളിൽ ശിക്ഷ, 7 വർഷം വരെ ആണെങ്കിലും പാടില്ല, 7 വരുഷത്തിന് മുകളിൽ ശിക്ഷയില്ലാത്ത ഒരു കേസിലും BNSS 35(3) നോട്ടീസ് പഴയ 41A CRPC സെർവ് ചെയ്യാതെ നിങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല, സ്റ്റേഷൻ ജാമ്യം കൊടുത്തു വിടണം, അല്ലെങ്കിൽ ചില എക്സെപ്ഷണൽ കേസ് സുപ്രീം കോടതി കൊടുത്ത ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അങ്ങനെ മാത്രമേ റിമാൻഡ് ചെയ്യാവൂ. ഈ രാഹുൽ ഈശ്വറിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് അതിന് വിഷ്വൽ എവിഡൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്നത്. ഒരു പോലീസുകാരൻ കാറിൽ കൂടെ കയറി സ്വന്തം കാർ ഓട്ടിക്കാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ആ സെക്കൻഡ് മുതൽ ജസ്റ്റിസ് ബെച്ചു കുര്യന്റെ ഉത്തരവനുസരിച്ച് ഹീസ് ഇൻ ഇല്ലീഗൽ കസ്റ്റഡി. അപ്പോൾ ഇദ്ദേഹം കോടതിയിൽ പോയാൽ കണ്ടംപ്റ്റ് ഫയൽ ചെയ്താൽ ആ പോലീസുകാരുടെ ജോലിയെ വരെ അത് ബാധിക്കുമെന്നും കൂടെ നിങ്ങൾ ഇത് പോലീസുകാരോട് ചോദിക്കണം. ഇനിയുള്ള കേസുകളിൽ ആളുകളെ പോലീസുകാർ ഇല്ലീഗലായിട്ട് കസ്റ്റഡിയിൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ചൊരു അറസ്റ്റ് മെമ്മോ 35 BNS അനുസരിച്ച് അറസ്റ്റ് മെമ്മോ തയ്യാറാക്കിയാൽ ദാറ്റ് അറസ്റ്റ് ഇസ് പെർഫെക്റ്റ്ലി വാലിഡ്. പക്ഷേ ഇന്ത്യൻ സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിൽ 1997 ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ഇത് വകവയ്ക്കില്ല എന്നുള്ള പോലീസിന്റെ ധാർഷ്ട്യമാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അവിടെ വെച്ച് പത്തനംതിട്ട കൊണ്ടുപോയി അറസ്റ്റ് മെമ്മോ ഒപ്പിടാൻ പറഞ്ഞാൽ ഹി ഈസ് നോട്ട് ലീഗലി ബൗണ്ട് ടു സൈൻ ഇറ്റ്. താങ്ക് യു. അവിടെയാണ് മീഡിയയോട് പറയാനുള്ള കാര്യമേ, ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ആര് ചോദിക്കാനാണ്? ഇത് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ വേറെ ആര് ചോദിക്കും? ഇപ്പൊ എനിക്കെതിരെയുള്ള കേസും കൂടെ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരാം. എന്നോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തു എന്നാണ്. ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, വേറൊരു AI മോഡൽ അശ്വതി അച്ചു എന്ന് പറയുന്ന ഒരു AI മോഡലിന്റെ ഫോട്ടോ ആണ്. രണ്ടാമത് ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവാക്കിയത് പറഞ്ഞു. സാർ ആ വീഡിയോ മുഴുവൻ കണ്ടറിയില്ല. അപ്പൊ മൂന്നാമത് ഇത് രണ്ടും നിൽക്കില്ല, പുതിയ വകുപ്പിടുകയാണ്. അതായത് എങ്ങനെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിലിടണം, എങ്ങനെങ്കിലും പിടിച്ച് ഒരാഴ്ച ജയിലിലിടണം. അപ്പൊ ശരിക്കും യഥാർത്ഥ സാറ് പറഞ്ഞതുപോലെ ഇത്രയും നമ്മൾ LLB പഠിക്കുമ്പോഴും പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് ഇത്രയും ആഴത്തിൽ നിയമം അറിയില്ല. നമ്മുടെ ശാസ്ത്രമംഗലം അജിത് കുമാർ സാറൊക്കെ വാദിച്ചത്, സാറ് വാദിച്ചതാ കറക്റ്റ്. ഈ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേഷൻ ജാമ്യം തന്നു വിടാന്നുള്ളതാണ്. പക്ഷെ എനിക്ക് ശരിക്കും കോടതിയിൽ വേദനയും വിഷമവും തോന്നിയാണ് ഞാൻ കോടതിയിൽ ശബ്ദം ഉയർത്തിയത്. കാര്യം പച്ചക്കള്ളങ്ങൾ പ്രോസിക്യൂട്ടർ എന്ന് പറയുക, നമുക്കത് കേൾക്കുമ്പോൾ ഒരു ദേഷ്യം വരില്ലേ? ശരിയാണ്, കോടതിയിൽ അങ്ങനെ സംസാരിച്ചുകൂടാന്നുള്ള സത്യമാണ്, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ വെച്ച് പച്ചക്കള്ളങ്ങൾ പോലീസും പ്രോസിക്യൂട്ടറും പറയുക, ഇത് സാധാരണക്കാരന് ചോദ്യം ചെയ്യാൻ പറ്റില്ല.
നമ്മളാണെങ്കിൽ പറയും മീഡിയക്കാരല്ലാതെ വേറെ ആരും ചോദ്യം ചെയ്യാനില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കുമ്പോൾ രമാ മാഡം ആകട്ടെ, ജയേന്ദ്രൻ സാറാകട്ടെ, ഇവിടെ നിൽക്കുന്ന ഇവർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിലെ സമയവും ഊർജവും ധനവും ദിവസങ്ങളും എല്ലാം മാറ്റിവെച്ച് വർഷങ്ങളായി ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് ഇനിയും വരുന്ന നമ്മുടെ ഒരു തലമുറയ്ക്ക് ഗുണം കിട്ടണം. 2 വർഷത്തിലധികമായി ബുദ്ധിമുട്ടി എല്ലാ കോടതി വിധികളും പഠിച്ച് നിയമ സംവിധാനത്തിന്റെ സാങ്ക്ടിറ്റിയോടെ, പവിത്രതയോടെ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് സമർപ്പിക്കാൻ ഡോക്ടർ രമാ മാഡത്തിനൊക്കെ സമർപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ്. അത് ഭയങ്കര ഒരു ഹിസ്റ്റോറിക് അച്ചീവ്മെന്റ് ആണ്. ഏറ്റവും മുകൾ തട്ടിൽ മുതൽ ആ ചേഞ്ച് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സുപ്രീം കോടതിയുടെ അടക്കമുള്ള പരിഗണനയിൽ ഇനിയും മീഡിയക്കാരും ഈ പുരുഷന്മാരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ കോടതി പറയുന്നത് വരെ റിവീൽ ചെയ്യാതിരിക്കാനുള്ള ഒരു മാന്യത, ഒരു മിനിമം ഒരു കമ്പാഷൻ, കരുണ, മാന്യത എന്ന് പറയുന്നില്ല, കരുണ കാട്ടണം. എന്റെ അടക്കമുള്ള കേസുകളിൽ ഈ തിങ്കളാഴ്ച വീണ്ടും കേസ് വരികയാണ്, മറ്റേ ജാമ്യം റദ്ദാക്കണമെന്ന് പറഞ്ഞു. എന്തിനാണ് ഈ പെൺകുട്ടിക്ക് അനുകൂലമല്ലാത്ത കോടതി പരാമർശം ഇംഗ്ലീഷിൽ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞതിന് വേണ്ടിയിട്ട് അത് ഭയങ്കരമായി ആ പെൺകുട്ടിക്ക് മനോവേദന ഉണ്ടാക്കിയെന്ന് ഇതാണ് പറയുന്നത്. ഇപ്പൊ അഡ്വക്കേറ്റ് ദീപ അവർ സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട്. അവരടക്കം ഇത് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്, ഞാൻ ഒരു മോശം വാക്ക് പറയാലോ, ഒരു തീവ്ര ഫെമിനിസ്റ്റ് മാഫിയ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അതൊരു എക്കോസിസ്റ്റമാണ്. എങ്ങനെയും ഇത് പറയുന്നവനെ ആക്രമിക്കുകയും മാധ്യമങ്ങൾ വഴി, അഡ്വക്കേറ്റ്സ് വഴി, പോലീസ് വഴി, ആ എക്കോസിസ്റ്റം വഴി ആക്രമിക്കുക. അതൊരു തീവ്ര, ഞാൻ ആ വാക്ക്, ഞങ്ങളുടെ ഭാഗത്തും പുരുഷന്മാരിലും ഈ തീവ്ര മെയിൽ ഷോവനിസ്റ്റുകൾ ഉണ്ടില്ലെന്നൊന്നും പറയുന്നില്ല. അങ്ങനെയുള്ളവരെ ഞങ്ങൾ വിയോജിക്കുകയാണ്, തള്ളി പറയുക. അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്നവരുണ്ടെങ്കിൽ 100% തള്ളി പറയുകയാണ്. കാരണം നമുക്കതല്ല ആഗ്രഹം. ഇതേപോലെ ഈ മെയിൽ ഷോവനിസ്റ്റുകൾ ഉള്ളതുപോലെ ഒരു തീവ്ര ഫെമിനാസി മാഫിയ എന്ന് പറയുന്നവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള സത്യമാണ്. ആരെയും കരിവാരത്തേക്കാൻ അതിന്റെയൊക്കെ ഇരയാണ് ദീപക്കിന്റെ അച്ഛനും അമ്മയും ഒക്കെ. അപ്പോൾ അത്തരം ഒരുപാട് പേരുണ്ട്. ഇനിയും വരുന്നൊരു തലമുറയിലെ പുരുഷന്മാരെ അതിലേക്ക് തള്ളിയിടാതിരിക്കാനാണ് ഏതെങ്കിലും 1-2 ചോദ്യങ്ങൾ എടുത്ത് നമുക്ക് അവസാനിക്കും. എന്റെ കാര്യത്തിലാണെങ്കിൽ എന്നെ പോലീസ് ട്രെയിനിങ് കോളേജിൽ പോലീസ് സ്റ്റേഷനുകളിൽ എല്ലായിടത്തും CCTV ക്യാമറ കേരളത്തിലില്ല. ഞങ്ങളുടെ സംഘടന ഇത് DGPക്കും ഹോം മിനിസ്റ്റർക്കും CM-നും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ RTI ആപ്ലിക്കേഷൻ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് CCTV ക്യാമറ ഇല്ല എന്നാണ് മറുപടി കിട്ടിയത്. ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുചെന്ന് കയ്യിൽ വിലങ്ങ് ബാക്കിലിട്ട് കെട്ടി കുനിച്ചു നിർത്തി ഇടി കൊടുത്ത് നിന്നെ ഇവിടെ വെച്ച് കൊന്നാലും എൻക്വയറി നടത്തുന്ന ഞങ്ങളുടെ സുപ്പീരിയേഴ്സാണ് വിൽ ബി പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞ് ഇടി കൊടുത്ത ഒരു കേസിലാണ് CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ ചോദിച്ചത്. മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഇപ്പോൾ ഉണ്ട്, പക്ഷെ ചില സ്ഥലത്ത് ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോയത് പോലീസ് ട്രെയിനിങ് കോളേജിൽ സന്ധ്യ കഴിഞ്ഞിട്ട്. അവിടെ കൊണ്ടുപോകാൻ പോലീസിന് എന്ത് ബിസിനസ്? ഇദ്ദേഹത്തിനെ കൊണ്ടുപോകേണ്ടത് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ CCTV ക്യാമറ ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ കൊണ്ടുപോകാൻ ഒക്കുള്ളൂ. ഹീസ് എൻ അക്യൂസ്ഡ്, ഹീസ് അണ്ടർ ദ കസ്റ്റഡി. ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീയെ സന്ധ്യ കഴിഞ്ഞിട്ട് പോലീസ് ട്രെയിനിങ് കോളേജ് പഠിത്ത ഒരു വിജനമായ സ്ഥലം, ഭാഗ്യത്തിന് മാധ്യമങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ അതിനകത്ത് അവർ ഒറ്റയ്ക്ക് കയറി ചെല്ലേണ്ടി വന്നു. അവരുടെ ഭർത്താവിനെ അവിടെ ഇല്ലീഗൽ ഡീറ്റൻഷനിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വ്യാജമായി ഫോർജ് ചെയ്തുണ്ടാക്കിയ അറസ്റ്റ് ഡോക്യുമെന്റ്സ് അവിടെ വെച്ച് ഇദ്ദേഹത്തിനെയും ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പുവെപ്പിച്ചു. ദീപ തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ ആസ്റ്റ് സൈൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ട് എന്തിനു സൈൻ ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സർ പ്രഷർ വാസ് ടു മച്ച് എന്ന് പറഞ്ഞു. ഇതാണ് എല്ലായിടത്തും ചെയ്യുന്നത്. അറസ്റ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടാക്കാറില്ല, അറസ്റ്റ് മെമ്മോ തയ്യാറാക്കില്ല. ഇവിടെ ഇരിക്കുന്ന എന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് പിടിച്ചോണ്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ എന്റെ ആളുകൾ അവിടെ എത്തുമ്പോൾ അവരെ കൊണ്ടൊക്കെ ഒപ്പിടിക്കും. നേരത്തെ ഒരു കേസുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. വീട്ടിൽ നിന്ന് അർദ്ധരാത്രി ചെന്ന് വെളുപ്പിന് 3 മണിക്ക് ചെന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചറിയിച്ച് അവിടെ നിന്ന് അദ്ദേഹത്തിനെ പിടിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ഇവിടെ DCC ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ചെമ്പരന്തി അണിലിനെ കൊണ്ട് ഡോക്യുമെന്റ്സ് ഒപ്പിടിച്ച CCTV വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. ആ അറസ്റ്റ് ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട്. ഇതെല്ലാം സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് കേരള പോലീസ് ചെയ്യുന്നത്. DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന കേസിൽ ഒരു വ്യക്തിയെ എവിടെ വെച്ച് ഡീറ്റെയിൻ ചെയ്യുന്നു അവിടെ വെച്ച് ആ വ്യക്തിയും ഒപ്പിട്ട്, പോലീസുകാരനും അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും ഒപ്പിട്ട്, അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പർ ഇല്ലെങ്കിൽ അവിടെ ആ ഏരിയയിലുള്ള ഒരു റെസ്പെക്ടബിൾ പേഴ്സൺ വിറ്റ്നസ് ആയിട്ട് ഒപ്പിട്ട് അറസ്റ്റ് ഡോക്യുമെന്റ്സ് തയ്യാറാക്കണമെന്നും അദ്ദേഹത്തിന്റെ ദേഹപരിശോധന മെമ്മോ നടത്തി മേജർ ആൻഡ് മൈനർ ഇഞ്ചുറീസ് റെക്കോർഡ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനും വിറ്റ്നസും അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തി ഒപ്പിട്ട്
ട്രിപ്ലിക്കേറ്റിൽ അത് തയ്യാറാക്കി അതിന്റെ ഒരു പകർപ്പ് ആ വ്യക്തിയുടെ കൊടുക്കണമെന്നാണ് പറയുന്നത്. അതെന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനുശേഷം ഒരു പോറലുണ്ടായാൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ റെസ്പോൺസിബിളാണ്. അറസ്റ്റ് ഡോക്യുമെന്റ്, അറസ്റ്റ് മെമ്മോ അറസ്റ്റ് ചെയ്യണ സമയത്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് പറയുന്നത് സുപ്രീം കോടതി DK ബസു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുന്നത് 1997 വന്ന ജഡ്ജ്മെന്റാണ്. അതിൽ പറയുന്നത് നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്ത 24 hours അകത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് അത് ഇവിടെ അറസ്റ്റ് മെമ്മോയിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയവും ഡേറ്റും അനുസരിച്ചിരിക്കും. 1997 ഇത് വന്നപ്പോൾ ഞങ്ങളുടെ സംഘടന സിവിൽ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് സൊസൈറ്റി ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ നടയിലും മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ നടയിലും ഹോർഡിംഗ്സ് ഇറക്കി ചെയ്തു. സുപ്രീം കോടതിയുടെ 11 അറസ്റ്റ് ഗൈഡ് ലൈൻസ് കാണിച്ചുകൊണ്ട് അത് 2018 വരെ ഞങ്ങൾ കാശ് മുടക്കി ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷെ പോലീസ് ഇതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള പോലീസ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വയലേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ചെന്ന അറസ്റ്റ് ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യാത്ത പ്രതികൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ കാണും. ഇപ്പൊ നിങ്ങൾ ചെന്ന് നോക്കിയ അവിടെ ലോക്കപ്പിൽ കിടക്കുന്നവരെ വിളിച്ചിട്ട് ഇവരുടെ അറസ്റ്റ് മെമ്മോ എവിടെയെന്ന് ചോദിച്ചാൽ ദേ വോണ്ട് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ഇറ്റ്. അവരെ കോടതി കൊടുക്കുന്നതിന് കുറച്ചു മുമ്പ് ആളുകളെ വിളിച്ചു വരുത്തി ഒപ്പിടിക്കും. അതെ, ഒപ്പിടിക്കുന്ന കാര്യം ഭയങ്കര രസമാണ്. ഇത് അറിഞ്ഞിരിക്കാനാ പോലീസുകാരപ്പ ഇത് ഒപ്പിട്ടെ എന്ന് പറയും. അവരുടെ അക്ഷരത്തെ ആർക്കും വായിക്കാനും പറ്റില്ല. ഒരു പ്രത്യേക രീതി എഴുതി തരികയും. ഇത് സാധാ ഇപ്പൊ LLB പഠിച്ച എനിക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ വേണ്ട രീതി ക്ലാരിറ്റി ഇല്ല. കാര്യം പ്രാക്ടീസോ സാധനവും നിൽക്കുന്നതല്ല. അപ്പൊ അത്യാവശ്യ സമൂഹത്തിൽ അറിയപ്പെടുന്നതും മാധ്യമങ്ങളിൽ നിൽക്കുന്നതുമായ എനിക്കോ ഭാര്യയ്ക്കോ അടക്കം ഈ രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഇനി എന്നെ കമ്മീഷൻ ഓഫീസിലേക്കാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ്? കമ്മീഷൻ ഓഫീസിന് ഫ്രണ്ട് മാധ്യമങ്ങളുണ്ട്, അവരെ കാണണ്ട, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷൻ കോളേജിലേക്ക് പോകാം. അപ്പൊ എനിക്കിതിൽ പഠിച്ച സാറിന്റെ അത്രയും നിയമപരിജ്ഞാനമില്ല. ഞാനതിലെ പ്രായോഗിക ആംഗിൾ കാണുന്നത് മാധ്യമങ്ങൾ ചോദ്യം ചെയ്താൽ പോലീസുകാർ പലപ്പോഴും ഈ കള്ളത്തരം ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങും. മീഡിയക്കാർ നെഗറ്റീവ്ലി റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് കണ്ടാൽ പോലീസുകാർ പലതിൽ നിന്നും പിൻവാങ്ങും. പലപ്പോഴും മീഡിയക്കാർ കൈയടിക്കുന്നതും പോലീസുകാർ ഈ ചെയ്യുന്ന കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതും കണ്ടിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നത്. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഡയറക്ഷൻ കിട്ടുന്നതായിരിക്കും, സംശയമൊന്നുമില്ല. പോലീസുകാർക്ക് മേളിൽ നിന്ന് ഇപ്പൊ എന്നെ അറസ്റ്റ് ചെയ്ത് ഇലക്ഷന്റെ സമയത്താണ് അത്തരം ഡയറക്ഷൻസ് കിട്ടിക്കാണും. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് എങ്കിലും വേണമെങ്കിൽ ഇത് വളരെ ആവശ്യമാണ്. പൊതുജനങ്ങളും മാധ്യമങ്ങളും ഇതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് ആയിട്ട്, പ്രതിരോധമായിട്ട്, പുഷ് ബാക്ക് ആയിട്ട് നിലനിന്നില്ലെങ്കിൽ പോലീസുകാർ വീണ്ടും അവരുടെ കാര്യം ഇനി ഞാൻ പോലീസായിട്ടിരുന്നാലും അത് ചെയ്യരുതെന്നുള്ളതാണ്. മേളിൽ നിന്ന് ഉത്തരവ് വിളിച്ചു പറയുമ്പോൾ ഇങ്ങനെ ചെയ്യും. ശ്രീ ദിലീപിന്റെ കേസിലൊക്കെ നേരത്തെ പറഞ്ഞ പോലെ വ്യാജ ഫോട്ടോഷോപ്പ് വരെ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി എയുടെ കാലമല്ലേ? ഈ എയുടെ കാലത്ത് എന്ത് രീതിയിലുള്ള സാധനം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കിട്ടി എന്ന് പറഞ്ഞ ആൾക്കാരെ കൊടുക്കാൻ തുടങ്ങിയ അതിന് അവസാനം ഉണ്ടാവും. അതുകൊണ്ട് മീഡിയക്കാരോടുള്ള താഴ്മയായ റിക്വസ്റ്റ്, ഞങ്ങളാൽ കഴിയുന്ന, ഇപ്പം നമ്മളെക്കാട്ടൊക്കെ ഒരുപാട് സീനിയറാണ് ഇവർ, ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരിതെല്ലാം ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടല്ല, ഈ നാട്ടിൽ നീതിയും സത്യവും നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ചാണ്. അതുകൊണ്ടാണ് 18 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിലും 16 ദിവസം രാഹുൽ ഈശ്വറും ഒക്കെ ഒരു കാര്യമില്ലാതെ കിടക്കേണ്ടി വരുന്നത്. എന്നിട്ട് ഞാൻ സാറിനോട് ചോദിക്കണമെന്നുണ്ട്. പ്രോസിക്യൂട്ടർ കോടതിയിൽ കയറി പച്ചക്കള്ളം പറയാണ്, എനിക്ക് പോലീസ് റിപ്പോർട്ട് തന്നില്ല എന്നൊക്കെ പച്ചക്കള്ളം പറയുകയാണ്. പോലീസുകാർക്ക് പോലും ദേഷ്യം വന്നു. എന്റെ കൂടെ നിൽക്കുന്ന പോലീസുകാർക്ക് അവർ രാവിലെ റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുന്നത് എന്നെ ഇവിടെ വിടുന്നതിന് മുമ്പ് റിപ്പോർട്ട് കൊണ്ട് കൊടുക്കുകയാണ്. എന്നാ 4 ദിവസം കൂടെ കിടക്കട്ടെ, അതായത് വേറെ തന്നെ 2-3 ദിവസം കൂടെ ജയിലിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാലേ കോടതിയിൽ എങ്ങനെ കള്ളം പറയും പോലീസുകാരും പ്രോസിക്യൂട്ടറും എന്ന് അറിയാനുള്ള പക്വത ഉണ്ടായില്ല. അതാണ് സത്യം. എനിക്ക് അത്രയും അറിയാനുള്ള പക്വതയും വിവരവും അനുഭവം ഞാനും ഉണ്ടായില്ല. അപ്പൊ എനിക്കിത് കാണുമ്പോൾ അത്ഭുതമാണ്. കോടതിയിൽ നമ്മളങ്ങനെ കള്ളം പറയുമോ? സത്യം 2 ഭാഗവും പറഞ്ഞിട്ട് ആ സത്യത്തിനെ ബേസ് ചെയ്തൊരു വാദം ഉന്നയിക്കും. ഇതാണ് ഞാൻ ധരിച്ചിരുന്നത്. ഒരു മടിയും മയവും നാണവും ഇല്ലാതെ പ്രോസിക്യൂട്ടറും പോലീസുകാർക്കും കോടതി കള്ളം പറയുന്നത് മീഡിയക്കാർ ചോദ്യം ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് നിരപരാധികൾ ഇതേപോലെ പെട്ടുപോകും. അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് വേണം. അവിടെയാണ് നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് ഫോർ അടക്കമുള്ള സാറടക്കം ഇവരെല്ലാം നമ്മൾ കണ്ടിരുന്നു. ഇവരെല്ലാം ഫൈറ്റ് ചെയ്യുന്നത് അങ്ങനെ ഒരു ലാർജർ കോസിന് വേണ്ടിയാണ്. അതിനെ പിന്തുണയ്ക്കണമെന്ന് മാധ്യമങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. നിങ്ങളൊന്നുമില്ലെങ്കിൽ അപ്പം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് പ്രധാനമന്ത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ വിധിന്യായമുണ്ട്, അത് ശ്രദ്ധിക്കണം. വരുമ്പോഴെങ്കിലും ഈ എല്ലാരെയും അതും ഒന്നുകൂടെ പറഞ്ഞോട്ടെ, എല്ലാരെയും അതിജീവിത എന്ന് വിളിക്കരുതേ. നാളെ ശരിക്കുള്ള അതിജീവിതങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. എല്ലാരെയും, അതായത് ഈ കൊടുക്കുന്ന എല്ലാരെയും നിങ്ങൾ അതിജീവിത എന്ന് വിളിച്ചാൽ ശരിക്കുമുള്ള അതിജീവിതകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമല്ലേ? നാളെ ആ പദത്തിനൊരു സാങ്ക്ടിറ്റി, പവിത്രതയുണ്ട്. കാര്യം നെഗറ്റീവ് എക്സ്പീരിയൻസ് ജീവിതത്തിലുണ്ടായി അതിനെ മറികടന്ന വ്യക്തിയാണല്ലോ അതിജീവിത എന്ന് വിളിക്കുന്നത്. ആ പദത്തിന്റെ മൂല്യം ഇല്ലാതാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കേസിൽ 1ാമത്തെ പരാതിക്കാരി, 3ാമത്തെ പരാതിക്കാരി 2 പേരും വിവാഹിതരാണ്. ഇന്നലത്തെ സുപ്രീം കോടതി വിധിന്യായം അതിലടക്കം കാര്യമായി ബാധിക്കും.
രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ ആദ്യ പരാതിക്കാരിയും മൂന്നാമത്തെ പരാതിക്കാരിയും വിവാഹിതരാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് പോലും നിലനിൽക്കില്ല. പരാതി കൊടുക്കാൻ പോലും സ്പേസ് ഇല്ലെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം ഞാൻ ഇവരോട് ഒരു റിക്വസ്റ്റ് കൂടെ അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എനിക്കറിയില്ല ഇതിന്റെ പ്രായോഗികത, സാറടക്കമുള്ളവർ ചിന്തിക്കട്ടെ. ഇപ്പൊ വിദേശ രാജ്യങ്ങളിലുണ്ടെന്ന് പറയും. ഈ പരാതി കൊടുക്കുന്നവനും ആരോപിതനും നുണ പരിശോധന പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പോളിഗ്രാഫ് പോലെ, ലൈ ഡിറ്റക്ടർ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പോസിബിൾ ആണോ? സാധാരണ ബുദ്ധി എന്ന് പറയുന്നതാണ്, നിയമത്തിന്റെ ഇതിൽ നിന്നല്ല. കാര്യം അങ്ങനെയാവുമ്പോൾ പല ആൾക്കാരും പരാതി കൊടുക്കാൻ, വ്യാജ പരാതി കൊടുക്കാനൊന്നും മടിക്കും. അതായത് രാഹുൽ ഈശ്വറിനെതിരെ പറയാം, എനിക്കെതിരെ നാളെ ഞാൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നൊരു പെൺകുട്ടി പറയുന്നു എന്നിരിക്കട്ടെ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കണം. ജസ്റ്റ് ഒരു റിക്വസ്റ്റ് ആയി മാത്രം പറയുന്നേ ഉള്ളൂ. അപ്പൊ സാർ എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടോ? ലൈ ഡിറ്റക്ടർ ടെസ്റ്റിനെ കുറിച്ച് സുപ്രീം കോടതിയുടെ വിധിന്യായം വന്നിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട്. ഒന്ന്, ഇത് ശാസ്ത്രീയമല്ല. നാർക്കോ അനാലിസിസും ലൈ ഡിറ്റക്ടറും വിദേശ രാജ്യങ്ങളിൽ ശാസ്ത്രീയമല്ല. നല്ല ഒരു പഠിച്ച ക്രിമിനലിന് അതിനെയൊക്കെ അതിജീവിക്കാമെന്നുള്ളത് പ്രൂവ്ഡാണ്. രണ്ട്, ഇന്ത്യയെ സംബന്ധിച്ച് നമ്മളുടെ ഭരണഘടനയിലുള്ള ഒരു ഫണ്ടമെന്റൽ റൈറ്റാണ് നോ മാൻ ഷാൽ ബി കമ്പൽ ടു ബി എ വിറ്റ്നസ് അഗെയിൻസ്റ്റ് ഹിംസെൽഫ്. അത് കാരണം അതിനെ സ്ട്രൈക്ക് ഡൌൺ ചെയ്തതാണ് സുപ്രീം കോടതി. അതുകൊണ്ട് ഇനി അത് റീഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറഞ്ഞതിന്റെ താല്പര്യം വേർന്നുകൊണ്ടല്ല, ഏതെങ്കിലും രീതിയിൽ ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. നാളെ എനിക്കെതിരെ ഒരു പരാതി വന്നാലും ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് നിങ്ങൾക്കെതിരെ വന്നാലും ജയിലിൽ കിടക്കേണ്ടി വരും. വേറൊന്നുകൊണ്ടല്ല, ഒരാഴ്ച കഴിഞ്ഞ് തെളിവാക്കാം. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ റേപ്പിസ്റ്റ് എന്ന മുദ്ര കുത്തൂലേ? ഇപ്പൊ ഇന്ന് മുകേഷ് ഇല്ല, ഇല്ലെങ്കിൽ ഞാൻ മുകേഷിന്റെ എക്സാമ്പിൾ പറയായിരുന്നു. മുകേഷ് പോക്സോ കേസിൽ ഇന്നും അതെ, അതിജീവിത ആരാണ്? അല്ലല്ല, ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞല്ല. അതിജീവിത യഥാർത്ഥ അങ്ങനെ സാർ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ എന്റെ റിക്വസ്റ്റ് എന്താ അറിയോ? യഥാർത്ഥ അതിജീവിതകളെ വിളിക്കണം. ഇന്നത്തെ സുപ്രീം കോടതി വിധി അതാണ്. യഥാർത്ഥ പരാതിക്കാർ, അതായത് യഥാർത്ഥ പരാതിക്കാർക്ക് കൂടി ഇത് ദോഷം ചെയ്യുന്നു എന്ന് ഇന്നലെ ജസ്റ്റിസ് നാഗരത്ന, ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ അടക്കമുള്ളവരുടെ ബെഞ്ച് സൂചിപ്പിക്കുന്നതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ നാളെ ഏത് പരാതിക്കാരി വന്നാലും ഒരേ സംശയത്തിന്റെ ദൃഷ്ടി നോക്കും. ഇപ്പൊ ഞാൻ സിമ്പിളായി ചോദിക്കാം, നാളെ രാഹുൽ ഈശ്വറിനെതിരെ എന്ന് പറയാം, രാഹുൽ ഈശ്വറിനെതിരെ ഒരു നാലാമത്തെ പരാതി വന്നു എന്നിരിക്കട്ടെ, ഇതേപോലെ വിവാഹ വാഗ്ദാനം ലഭിച്ചു, ചിലപ്പോൾ അത് ശരിയായിരിക്കാന്നിരിക്കട്ടെ, എനിക്കെതിരെ ഒരു പരാതി ശരിയാന്നിരിക്കട്ടെ, നാളെ സാധാരണക്കാർ വിശ്വസിക്കൂ. എന്തുകൊണ്ടാണ്? ആദ്യത്തെ പരാതിക്കാരി ഓൾറെഡി മാരീഡ് ആണ്, അവള് ഇതല്ലെന്ന് പറഞ്ഞു. മൂന്നാമത്തെ പരാതിക്കാരി ആ കുട്ടി അങ്ങനെയെന്ന് പറഞ്ഞു, ആദ്യത്തെ പരാതിക്കാരി ആ കുട്ടിയെന്ന് പറഞ്ഞു. അവരെല്ലാം ബഹുമാനമാണ്. കാര്യം ചോദിച്ച് അവസാനിപ്പിക്കുമ്പോൾ പീഡിപ്പിച്ചൊരുത്തന് 10,000 രൂപ അങ്ങോട്ട് കൊടുക്കുകയും ഗോട്ട് മിൽക്ക് മേടിച്ചു കൊടുക്കുകയും ഷാമ്പു മേടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു പെൺകുട്ടി, പീഡിപ്പിച്ചവന്റെ കൂടെ ഫ്ളാറ്റ് മേടിക്കാമെന്നും മറ്റും ചർച്ച ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടി ലോകത്തിലുണ്ടാവും. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എന്താ? ആദ്യ പീഡന പരാതി തന്നെ മുഖത്ത് തുപ്പി ഇടിച്ചു എന്നൊക്കെയാണ്. ഈ വ്യക്തിയോടൊപ്പം ആരെങ്കിലും ഫ്ളാറ്റ്, ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, എന്ത് വലിയ കള്ളത്തരമാണ് നടക്കുന്നത്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടക്കുകയല്ലേ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടക്കം അനുകൂലിക്കുന്നതിന് രാഹുൽ ഈശ്വറിനെതിരെ ഒരു ഗൂഢാലോചന നടന്നതാണ്. അതുകൊണ്ടാണ് പോലീസിനെ അടക്കം സ്വാധീനിച്ച് ഈ ശരിയല്ലാത്ത പരാതിക്കാർ ഞങ്ങളെ അടക്കം കൊടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം കൂടെ പറഞ്ഞ അവസാനം, ഇന്ന് ഫെനി നൈനാനെതിരെ രാഹുൽ ഗാന്ധിക്ക് പരാതി കൊടുത്തു. ഇന്ന് രാവിലെ ഒരു വാർത്ത, രാഹുൽ ഗാന്ധിക്ക് പോലീസ് സ്റ്റേഷൻ വല്ലതും ഉണ്ടോ? രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പരാതി കൊടുത്തു, ഞങ്ങളെ ആക്രമിക്കും. എന്തൊരു കഷ്ടമാണ്. ഈ പരാതികൾ അവസാനിക്കണം. സാറും കൂടെ ശരിക്കുള്ള പരാതിക്കാര്, ശരിക്കും ഇരയാക്കപ്പെട്ടവരാരും തന്നെ പുറത്തു വരാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ് നമ്മുടെ സമൂഹത്തിൽ, അല്ലെ? നമ്മള് എത്രയോ പേര് ഒളിഞ്ഞിരിപ്പുണ്ട്. യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ചവരും ഇവര് ആ കുറ്റവാളികളും ഒക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. കാരണം ഇങ്ങനെയുള്ള പീഡന കഥകൾ വെറുതെ പുറത്തു വരുമ്പോ പെട്ടുപോകുന്നത് യഥാർത്ഥത്തിലുള്ള അവര് യഥാർത്ഥമായി പീഡിപ്പിക്കപ്പെട്ടവരാണ് എല്ലാത്തിലും പെട്ടുപോകുന്നത്. അവർക്കൊരിക്കലും പുറത്തു വരാൻ പറ്റത്തില്ല. കാരണം ഇങ്ങനെ ഒരു വരുന്നവർക്കെല്ലാം ഒരു ബാഡ് ഇമേജ് വരുമ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മാന്യതയുള്ളവർ പുറത്തേക്ക് വരാതിരിക്കുകയേ ചെയ്യാറുള്ളൂ, അല്ലെ? ശരിയല്ല? അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. പിന്നെ പ്രതിയല്ലാത്തവരെ കോടതി പറയുന്നവരെ പ്രതിയെന്ന് പറയുമെന്നും പറഞ്ഞിട്ടുണ്ട്. സാർ ചോദിച്ചില്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടാന്ന്? പ്രതിയല്ല എന്ന് അത് ഒരു ഇതിനകത്തൊരു ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിയാക്കപ്പെട്ടവര് കോടതി പറയുന്നത് വരെ അവര് പ്രതിയല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഒരാളെ പിടിച്ച് ഒരു പരാതി കിട്ടിയപ്പോഴേ അടുത്ത നിമിഷം തൊട്ട് അവർ പ്രതിയാണ്. അവരനുഭവിക്കാനുള്ള ഒരു ജീവിതത്തിൽ അനുഭവിക്കാനുള്ള അവരെ മുഴുവൻ ട്രോമയും അവരനുഭവിക്കുന്ന പോട്ടെ. എന്റെയൊക്കെ മുന്നിൽ എന്റെയൊക്കെ കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെ കുട്ടികളോടൊപ്പം ആത്മഹത്യ ചെയ്തു പോയ ചില കഥകളുണ്ട് നോർത്ത് ഇന്ത്യയിൽ, കുട്ടികളോടൊപ്പം. പക്ഷെ അവിടെ ഇത്ര കണ്ട് പീഡന കഥകളില്ല. എങ്കിൽ പോലും ആ കുട്ടികള് 4 വയസ്സും 7 വയസ്സുള്ള, എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ പേപ്പേഴ്സ്, 4 വയസ്സും 7 വയസ്സുള്ള ഒരു കുട്ടി അതിന്റെ അമ്മയോടൊപ്പം
ആ കുട്ടി അമ്മയുടെ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഫോട്ടോയാണ് കാണിക്കുന്നത്. ഹിന്ദി പത്രത്തിനകത്ത് അപ്പന്റെ ഫോട്ടോ എടുത്ത് വെച്ച് കാണിച്ചു. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചേക്കുക. ആ കുട്ടി ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിനി ജീവിക്കേണ്ട, നമുക്ക് മരിച്ചു കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് 3-ാമത്തെ ദിവസം ആ ഫാമിലി പോയിട്ട് യമുനാ നദിയിൽ ചാടി ആത്മഹത്യ ചെയ്തൊരു കഥയുണ്ട്. ആ കഥ അത് ഇങ്ങനെ കുറെ കേട്ട് അങ്ങനെ കുറെ ഇങ്ങനെ നടക്കുന്നത് കണ്ട് ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ മനസ്സിലോർത്താണ് ഒരു ചെറിയ മാറ്റം. അതിൽ നമ്മൾ അതിജീവിതകളെന്ന് യഥാർത്ഥമായി പറയുന്നവര് ആരാണോ ഉപദ്രവിച്ചത് അവർ ശിക്ഷിക്കപ്പെടണം. ആ നിയമങ്ങളെല്ലാം അതേപോലെ തന്നെ നിലനിൽക്കണം. സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊണ്ട് കൂടെ. എന്നാൽ നമ്മളുടെ അച്ഛനും നമ്മളുടെ മക്കളും നമ്മുടെ കൊച്ചുമക്കളും പുരുഷന്മാരും ഉണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ നിൽക്കണമെന്നൊരു നീതി വേണം. ഒരു അമെൻമെന്റ് ഇതിനകത്ത് വേണം. ഒരു ശക്തമായ കോടതി. പിന്നെ കോടതിനൊന്നും ഇവിടെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ സിസ്റ്റം കൂടെ ശരിയായ മാത്രമേ ഏത് കോടതി എന്ത് പറഞ്ഞിട്ടും കാര്യമുള്ളൂ. അല്ലാതെ ആരും വന്ന് പറഞ്ഞിട്ടൊന്നും ഇവിടെ ആരും ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞത് തന്നെ പോലീസിന്റെ അട്രോസിറ്റിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരൊരു കോടതി നിയമങ്ങളും പാലിക്കാത്തിടത്തോളം എനിക്ക് പറയാനുള്ളത്, മാധ്യമപ്രവർത്തകർ നിങ്ങളെ ഉള്ളൂ ഇനി നമുക്കൊക്കെ ഒരു സഹായം എന്ന് പറയുന്നത്. അതുകൊണ്ട് കള്ളത്തരം പറഞ്ഞു വരുന്നവര് തീർച്ചയായിട്ടും അവര് ശിക്ഷിക്കപ്പെടണം. എന്റെ ഒരു അഭിപ്രായത്തിൽ സമൂഹത്തിൽ നിന്ന് തന്നെ അവരെ ഒഴിവാക്കി നിർത്തണം. കാരണം നമ്മളിലുള്ള ഓരോരുത്തരും, നിങ്ങളും ഒരു ചൂണ്ടുവിരലിനപ്പുറത്തല്ല ഇപ്പോഴും. നിങ്ങളും ഇപ്പോഴൊക്കെ ഡേഞ്ചർ സോണിലാണുള്ളത്, അല്ലെ? അല്ലാന്ന് പറയാൻ പറ്റുമോ? അടുത്തുകൂടെ പോലും പോവാത്തവരാണ് പീഡിപ്പിച്ചെന്ന് പറയുന്നത്. തമ്മിൽ കണ്ടിട്ടില്ലാത്തവർ പീഡിപ്പിച്ച ഒരു ജഡ്ജ്മെന്റ് ഇതിനകത്തുണ്ട്. ഒരു പൊളിറ്റീഷ്യന്റെ ഒരു ജഡ്ജ്മെന്റ് ഇതിനകത്തിരിപ്പുണ്ട്. തമ്മിൽ കണ്ടിട്ടില്ലാത്ത, അത് നിങ്ങളുടെ തന്നെ നിങ്ങൾ അറിയുന്ന ഡിവൈഎസ്പി, പാലക്കാട് ഡിവൈഎസ്പി ആയിരുന്ന സുരേഷ് കുമാർ കണ്ണൻ പട്ടാമ്പി കൊടുത്ത ഒരു കേസ്. ആ കേസിൽ ബഹ്റസാർ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിരുന്നതാണ്. ഞാനൊരു ഡൽഹി മലയാളി കൂട്ടായ്മ എന്ന് പറയുന്നൊരു സോഷ്യൽ സംഘടനയുടെ ചെയർമാനാണ് ഡൽഹിയിലുള്ള. എനിക്ക് അത്യാവശ്യം ഡൽഹി ചാനലുകാരും ഒക്കെ അറിയാം. പക്ഷെ ആ സംഗതിയിൽ ഒരു രാത്രി അവര് ഭാരതപ്പുഴയിൽ ചാടാൻ പോകുമ്പോ അന്ന് രാത്രി ഞാൻ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിൽ വരികയും, പുള്ളിയോട് ഞാൻ നമ്പർ തരാം, കൊച്ചിയിൽ വരികയും ഞാൻ തിരിച്ചു വന്ന് ബഹ്റസാറിനോട് വന്ന് രാവിലെ വന്ന് സാറിനോട് സംസാരിക്കുകയും സാർ എന്നോട് അത് വാക്ക് തരികയും ചെയ്തു. അതിനുശേഷം എന്നെ ശ്രീജിത്ത് സാറൊക്കെ ആയിരുന്നു എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. പുള്ളിയെ വെറുതെ വിട്ടു. അതിൽ കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിക്ടിമൈസ് ചെയ്യപ്പെട്ടു എന്ന്. അങ്ങനെ കോടതി പറഞ്ഞ് അവരെ വിക്ടിമൈസ് ചെയ്യപ്പെട്ടു എന്നൊരു വിധി വന്നത് 5 വർഷത്തിന് ശേഷം 4 മാസം സസ്പെൻഷനിൽ നിന്നു. ഈ ട്രോമയ്ക്കൊക്കെ ആരുത്തരം പറയും? അവരൊരു തെറ്റും ചെയ്യാതെ പുള്ളി അനുഭവിച്ച ആ ട്രോമ, അന്ന് രാത്രി അവർ മരിച്ചുപോയിരുന്നെങ്കിൽ 4 പേര് മരിച്ചുപോയതിനെ നമ്മളുടെ ഇടയിലുള്ള, ഒരു തെറ്റും ചെയ്യാതെ, അല്ലേ? അതിനാരാണ് ഉത്തരം പറയുന്നത്? ഈ വരുന്നവര്, നിങ്ങൾ വരും, പത്രക്കാർ വരും, നിങ്ങൾ ആ സമയത്ത് വരും, എല്ലാ മീഡിയയും കവർ ചെയ്യും, നിങ്ങൾ പോകും. പക്ഷെ അത് കഴിഞ്ഞ് 5 വർഷത്തിന് ശേഷം അവൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടുന്ന സമയത്ത് ഒരു പത്രക്കാരോടെ ചെല്ലില്ല, അവൻ ജീവനും കൊണ്ടോടുകയും ചെയ്യും. കാരണം പുള്ളിക്ക് പിന്നെ അതോടുകൂടി എല്ലാ ഇതും കൊണ്ട് അവർക്കൊരിക്കലും അതിനകത്ത് മുന്നോട്ട് വരാനുള്ളൊരു ഇത് കാണത്തില്ല. അപ്പം എവിടെ നോക്കിയാലും കള്ളപ്പരാതികളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സത്യമായ പരാതിക്കാർക്ക് പുറത്തോട്ട് വരാൻ മാർഗമില്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് സത്യമായ പരാതിയുള്ളവര് അവര് അതേപോലെ അവിടെ അതിന്റേതായ ഒരു ചാരിത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ അവര് പുറത്തോട്ട് വരിക. കുറ്റം ചെയ്ത ഏത് പുരുഷനാണെങ്കിലും ശിക്ഷിക്കപ്പെടുക. പക്ഷെ കുറ്റം ചെയ്യാത്തവര് നമ്മളെ ഇടയിൽ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ. അതിന്റെ മക്കളില്ലാത്ത അച്ഛനമ്മമാർ ഇനിയും നമ്മുടെ ലോകത്ത് കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ആരുമില്ലാത്ത അച്ഛനമ്മമാര് വൃദ്ധസദനങ്ങൾ കൊണ്ട് നിറയാതിരിക്കട്ടെ. എനിക്ക് അതാണ് എന്റെ ഉദ്ദേശം. നാഷണൽ അലയൻസ് ഫോർ ജസ്റ്റിസ് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു നിയമവും മാറ്റാനില്ല, ഒരു കുഞ്ഞ് അമെൻമെന്റ് അതിനകത്ത്. ഇത് ആണുങ്ങൾക്കും കൂടി ഒരു ചെറിയ, കാരണം അവർ അർഹിക്കുന്നില്ല ആണുങ്ങളത്, അവർ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണല്ലോ. അപ്പൊ ചെറിയൊരു അമെൻമെന്റ് അവരും അർഹിക്കുന്നെന്നാണ് എന്റെ വിശ്വാസം. ഞാനൊരു വക്കീലല്ല എങ്കിലും ഒത്തിരി ലീഗൽ അഡ്വൈസർമാരോടൊക്കെ ആലോചിച്ച് നമ്മൾ ഒരുപാട് നാളുകൾ കൊണ്ട് ഇതിങ്ങനെ ഓരോ സ്റ്റേറ്റ് വൈസിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങളിൽ ഇനിയുമുണ്ട് ഇതിന്റെ ജഡ്ജ്മെന്റുകൾ. എനിക്ക് തോന്നുന്നു വിജയത്തെക്കാൾ കൂടുതൽ ആണുങ്ങളുടെ വിജയത്തിന്റെ ജഡ്ജ്മെന്റാണ് ഈ ലോകത്ത് കൂടുതലുള്ളത്. താങ്ക് യു. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒറ്റ അപേക്ഷയേ ഉള്ളൂ. ഇവിടെ പറഞ്ഞ പല പേരുകളും ഇവിടെ ഉദാഹരണങ്ങളാക്കിയെടുത്ത പല സംഗതികളോടും അല്ലെങ്കിൽ പല ആക്ച്വൽ ഫാക്ടിനോടും നമുക്കൊക്കെ നമ്മുടെ മനസ്സിൽ അതിനോട് നമ്മുടേതായ തീരുമാനങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിലപ്പുറമായി പേരുകളില്ലാത്ത, മുഖങ്ങളില്ലാത്ത ഒത്തിരി ആയിരക്കണക്കിന് ആളുകൾ നമ്മളെ ജയിലുകളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയാണ് ആക്ച്വലി ഇത് ഈ ഒരു അലയൻസ് രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ആ പേരുകളെ വെച്ച് ഇതിന്റെ യാഥാർത്ഥ്യത്തെ മൂടിക്കളയരുതേ എന്നുള്ളൊരു അപേക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഉദാഹരണമായി എടുത്തിരിക്കുന്ന പേരുകൾ അതിന്റെ ഒരു
അതിന്റെ ഒരു ഉദാഹരണം എന്ന രീതിയിലേ മാത്രമേ കാണാവുള്ളൂ. ഈ ഒന്ന് വായിച്ചു നോക്കി ദയവായി ഇതിന്റെ ഒരു റിയൽ കോസിന് വേണ്ടി ഞങ്ങളെ ഒന്ന് സഹായിക്കണം എന്ന ഒരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.